വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനുമായി കിളിമാനൂർ പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. വാപ്പയുടെ സഹോദരൻ അബ്ദുൽ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ ചുള്ളാളത്തെ വീട്ടിലെത്തിച്ചാകും തെളിവെടുപ്പ്. അതേസമയം പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രശാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇത് പല കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലായി ഉണ്ട്. അതിൽ ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ ജനക്കൂട്ടമുണ്ട് അവിടെ. പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത. ഒരുപക്ഷെ ഇതിപ്പോൾ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഉള്ള അന്നത്തെ തെളിവെടുപ്പ് ആകാൻ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അന്ന് ഉണ്ടായ അതേ സാഹചര്യം തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് കിളിമാനൂർ പോലീസ്. അപ്പോൾ ഈ ചുള്ളാളത്തെ വീട്ടിൽ എത്തിക്കുമ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? തെളിവെടുപ്പിനായി പോലീസ് അഫാനുമായി പുറപ്പെട്ടോ? പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അഫാനുമായി പോലീസ് ഈ ചുള്ളാളത്ത് വീട്ടിലേക്ക് പുറപ്പെട്ടോ? അവിടുത്തെ തെളിവെടുപ്പിലും പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ടോ? വീണ, അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് ആരംഭിക്കും. ഇപ്പോൾ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി അഫാൻ ഉള്ളത്. അതിന്റെ നടപടിക്രമങ്ങൾ, അതായത് പുറത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് ആരംഭിക്കും. അതിനായിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. അതായത് ചുള്ളാളത്തെ എസ് എൻ പുരത്തെ വീട്ടിൽ അഫാന്റെ പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലാണ് തെളിവെടുപ്പ് ഉണ്ടാകുന്നത്. ഈ കൊലപാതകത്തിലെ, അതായത് ഈ കൊലപാതക പരമ്പരകളിലെ ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകം ആയിരുന്നു അബ്ദുൾ ലത്തീഫിന്റേത്. അതോടൊപ്പം തന്നെ ഭാര്യയുടെയും. മാത്രമല്ല ഒരുപാട്, അതായത് ധാരാളം മുറിവുകൾ ശരീരത്തുണ്ടായിരുന്നത് ഈ ഒരു കേസിൽ അബ്ദുൾ ലത്തീഫിനായിരുന്നു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൽ നടക്കുന്നത് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവെടുപ്പിനെ കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അഫാനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിൽ രണ്ടാമത് നടക്കുന്ന കൊലപാതകമായിരുന്നു ഈ അബ്ദുൾ ലത്തീഫിൻ്റെത്. ആദ്യം സൽമാ ബീബിയുടെ താഴെപ്പാങ്ങോടുള്ള സൽമാ ബീബിയുടെ വീട്ടിൽ നിന്നും പ്രതി സൽമാ ബീബിയെ കൊലപ്പെടുത്തി തിരിച്ചു വരുന്ന വഴിക്കാണ് അബ്ദുൾ ലത്തീഫിന്റെ ഫോൺ വരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ആ ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് നേരെ അബ്ദുൾ ലത്തീഫിന്റെ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ പോയി അബ്ദുൾ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയതിനു ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെ ആണ് ഈ കൊലപാതകത്തിന്റെ ഒരു രണ്ടാം കൊലപാതകം നടന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിന്റെ ഒരു അന്വേഷണത്തിന്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ വീണ്ടും ഈ കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ തെളിവെടുപ്പിനായി പുറപ്പെടുന്നത്. അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് ആരംഭിക്കും. ആ വീട്ടിലെത്തിച്ചുകൊണ്ടായിരിക്കും തെളിവെടുപ്പ് ആരംഭിക്കുന്നത്. അവിടേക്ക് പോലീസിന്റെ ഒരു കനത്ത സുരക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഈ സ്ഥലത്ത് പ്രതിഷേധങ്ങൾ അടക്കം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകൾ കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇവിടേക്ക് കനത്ത സുരക്ഷയും പോലീസിന്റെ ബന്ദോബസ്തും ഏർപ്പാടാക്കിയിട്ടും ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ ഈ തെളിവെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഈ കേസിലെ രണ്ടാമത്തെ കൊലപാതകമാണ് ഈ അബ്ദുൾ ലത്തീഫിന്റെ കൊലപാതകം എന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ കൊലപാതകത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടന്നത്. കഴിഞ്ഞ ദിവസം പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ നിന്നും പാങ്ങോട് SHOയുടെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. അത് സൽമാ ബീബിയുടെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടന്നിരുന്നു. അതിനിടയിൽ ഈ അഫാൻ കാൽവഴുതി വീഴുകയും ആത്മഹത്യാ ശ്രമം നടത്തിയതടക്കമുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്നാണ് പിന്നീട് അന്വേഷണം അതായത് തെളിവെടുപ്പ് വൈകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നിലവിൽ അത്തരം പ്രതിസന്ധികളൊന്നുമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അഫാനെ പുറത്തിറക്കി അല്പസമയത്തിനുള്ളിൽ വാഹനത്തിലേക്ക് കയറ്റും. അതിനുശേഷം ആയിരിക്കും അന്വേഷണ സംഘം പുറപ്പെടുക. അതിനോടൊപ്പം തന്നെ സമീപത്തെ PHCയിൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോകാനും സാധ്യതയുണ്ടെന്നും അറിയാൻ കഴിയുന്നു. ആരോഗ്യസ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും പിന്നീട് ഈ വീട്ടിലേക്ക് തിരിക്കുക, തെളിവെടുപ്പിനായി തിരിക്കുക, SN പുരത്തെ വീട്ടിലേക്ക് തിരിക്കുക. നമുക്ക് മനസ്സിലാക്കുന്നത് ഈ അല്പസമയത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു ഒരുക്കങ്ങൾ, ഈ ദൃശ്യങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരുക്കങ്ങൾ ആരംഭിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സജ്ജമായി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ വാഹനത്തിലേക്ക് കയറ്റുകയും ചെയ്യും. ഈ കൊലപാതകം നടന്നതിൽ, അതായത് 3 പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലായിട്ടാണ് ഇപ്പോൾ കൊലപാതകത്തിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ 2 DYSPമാരുടെ നേതൃത്വത്തിൽ 3 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഈ മനുഷ്യമനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകം 3 സ്റ്റേഷൻ പരിധികളിൽ 5
കൊലപാതക പരമ്പരകൾ, ഒരു ദിവസം നടന്ന 5 കൊലപാതക പരമ്പരകൾ ആണ് ഈ അഫാൻ ചെയ്തത്. അതും ഉറ്റ ബന്ധുക്കളെയും സഹോദരങ്ങളെയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കേസിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ട തെളിവെടുപ്പ് എന്ന നിലയിലേക്ക്, അതായത് ആദ്യം നടത്തിയ കൊലപാതകത്തിൽ, പാങ്ങോട് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ കൊലപാതകത്തിൽ ഉമ്മയുടെ ഉമ്മ സൽമാ ബീബിയുടെ കൊലപാതകം നടത്തിയിരുന്നു. അതിൻ്റെ തെളിവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അഫാനെ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തുടർന്നാണ് വീണ്ടും കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡി അപേക്ഷ നൽകി ഈ രണ്ടാമത്തെ കൊലപാതകം, 2 കൊലപാതകങ്ങൾ, അബ്ദുൽ ലത്തീഫിൻ്റെയും ഭാര്യയുടെയും കൊലപാതകം, സാജിദയുടെയും കൊലപാതകം, അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു. അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുവരും. പോലീസിൻ്റെ ഒരു നിരീക്ഷണവുമുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ അഫാൻ വ്യക്തമാക്കിയിരുന്നു താൻ ആത്മഹത്യ ചെയ്യും എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ളൊരു ശ്രദ്ധയും പോലീസ് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ഇതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ ഈ പുറത്തേക്ക്, അതായത് ഈ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുവരും. അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഉടൻ തന്നെ പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമുക്ക് ഇവിടുന്ന് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നായിരിക്കും തെളിവെടുപ്പിനായി കൊണ്ടുപോകുക. കേസിലെ ഒരു അതായത് ഈ കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ ഈ അബ്ദുൽ ലത്തീഫിൻ്റെ കൊലപാതക സമയത്ത് മുളക് പൊടി അടക്കം കയ്യിൽ കരുതിയിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി ചോദ്യം ചെയ്യലിനിടയിൽ അഫാൻ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് തുടർന്നുള്ളൊരു തെളിവെടുപ്പ് ഉണ്ടാകുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തെളിവെടുപ്പ് നടപടികൾക്കായിട്ടുള്ള അഫാനെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. വീണ. ഓക്കെ, പ്രശാന്ത് വിവരങ്ങൾ നൽകുകയാണ്. അല്പസമയത്തിനകം അഫാനെ തെളിവെടുപ്പിനായി പുറത്തേക്ക് കൊണ്ടുവരും. ചുള്ളാളത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. വാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലുള്ള തെളിവെടുപ്പാണ് ഇന്ന് നടക്കുക.